ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കഴിക്കാനേറെ ടേസ്റ്റിയും ഉണ്ടാക്കാൻ ഈസിയുമായ കായ്പോള റെസിപ്പിയാണ്. ഇതൊരുപാട് പേർക്ക് അറിയാവുന്ന റെസിപ്പിയാണ്. എൻ്റെ ഫ്രണ്ട്സിൽ കുറച്ച് പേർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇന്നത്തെ എൻ്റെ ഈ പോസ്റ്റ്. ഞാനിതിനു വേണ്ടി നന്നായി പഴുത്ത 5 നേന്ത്രപ്പഴം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി 1/4 വേവിലൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് അല്പം ഷുഗർ വിതറി മാറ്റി വെക്കാം. ഇനി 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിൽ ഓരോ പിടി അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കണം. ഞാനിതിൽ 2 കളർ മുന്തിരി ഇട്ടിട്ടുണ്ട്. അതൊന്ന് വറുത്തതിലേക്ക് 1/2 കപ്പ് തേങ്ങയും അല്പം ഏലക്കാപ്പൊടിയും ഷുഗറും കൂടെ ഇട്ട് ഇനി ഇതൊന്ന് ചെറുതായി വറുത്തെടുത്ത് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഞാനിതിനു വേണ്ടി 6 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കാണ് 5 നേന്ത്രപ്പഴം എടുത്തത്. ഇനി നിങ്ങൾ 4 എഗ്ഗ് വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ അതിലേക്ക് 3 നേന്ത്രപ്പഴം എടുത്താൽ മതി. എന്നിട്ട് അല്പം ഷുഗറും ഏലക്കാപ്പൊടിയും ഉപ്പും ചേർത്ത് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് വേണമെങ്കിൽ മിക്സിയിലും അടിച്ചെടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച തേങ്ങയുടെ കൂട്ടും പഴം ഫ്രൈ ചെയ്തതും ചേർത്ത് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഈ തേങ്ങാക്കൂട്ടും പഴവും ചേർക്കുമ്പോൾ അതിനൊട്ടും ചൂട് പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അടുപ്പിന് മുകളിൽ ഒരു പഴയ തട്ട് വെച്ച് അതിന് മുകളിൽ പാൻ വെച്ച് അല്പം നെയ്യ് ഒഴിച്ചു കൊടുത്ത് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച കൂട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. മീഡിയം തീയിൽ 3 മിനിറ്റും വളരെ ചെറിയ തീയിൽ 10 മിനിറ്റും ഇത് വേവിച്ചെടുക്കണം. എന്നിട്ട് ഇതിന് മുകളിൽ ഒരു പാത്രം വെച്ച് ഇതൊന്ന് പാത്രത്തിലേക്ക് തിരിച്ചെടുക്കണം. എന്നിട്ട് വീണ്ടും ഇത് ചട്ടിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് ഇത് പൊട്ടി വരാതിരിക്കാനാണ്. എന്നിട്ട് 2-3 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കണം. ഈ സെയിം കൂട്ട് നമുക്ക് ഓവണിലും തയ്യാറാക്കിയെടുക്കാം. ഓവണിൽ തയ്യാറാക്കുന്നതും ഇതിലൊരെണ്ണം കാണിക്കുന്നുണ്ട്. സെയിം റെസിപ്പി തന്നെയാണ്. ഇതിൽ കളറിന് വേണ്ടി ഞാൻ ഷുഗർ നേരിട്ട് ചേർക്കാതെ കാരമൽ ചെയ്ത ഷുഗർ പൊടിച്ചെടുത്താണ് ചേർത്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല.